കേരള പ്രൈം ടൂഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. 90കളുടെ അവസാന കാലഘട്ടത്തിൽ അന്യം നിന്നുപോയ ഒരു ഗ്രാമീണ കളിയുണ്ട്. കായിക വിനോദം, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയൊക്കെ ഒരു കായിക വിനോദമായിരുന്നു കിളിത്തട്ട് കളി. എന്നാൽ 90ൻ്റെ അവസാന കാലഘട്ടത്തിന് ശേഷം ഇത് അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പേരയത്താണ്. പേരയം CPMൻ്റെ ലോക്കൽ കമ്മിറ്റി നടത്തുന്ന ഒരു കിളിത്തട്ട് കളി മത്സര സ്ഥലത്താണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി 24ാമത് CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി പേരയം ലോക്കൽ കമ്മിറ്റി നടത്തുന്ന കിളിത്തട്ട് കളി മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കിവിടെ വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഈ കുണ്ട്രയിലോ അല്ലെങ്കിൽ ഈ പേരയത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലാതെ പുറത്തുനിന്ന് പോലും കിളിത്തട്ട് കളിക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ടീമുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കിളിത്തട്ട് കളി അന്യം ചെന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കിളിത്തട്ട് കളി കാണുന്നതിന് വേണ്ടിയും നിരവധി ആളുകൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. കാണികൾ ഇതിൻ്റെ നിയമങ്ങൾ, അത് കളിക്കുന്ന കളിക്കാർക്ക് ഇതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുതുതലമുറയ്ക്ക് എന്താണ് കിളിത്തട്ട് കളി എന്ന് കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കിളിത്തട്ട് കളിയെക്കുറിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ആ കിളിത്തട്ട് കളി സ്ഥലത്തേക്ക് പോകാം. റഫറി പറ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത്. പഴയകാല ഓണക്കളികളിലൊന്നാണ് കിളിത്തട്ട് കളി. 90, 2000 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരു കളി കൂടിയാണ് കിളിത്തട്ട്. ഒരു പക്ഷേ 18, 19 കിഡ്സുകൾക്ക് കിളിത്തട്ട് കളി അവരുടെ കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റാൾജിയാണ്. മണ്ണിൽ ദീർഘചതുരാകൃതിയിലാണ് കിളിത്തട്ട് വരയ്ക്കുന്നത്. തട്ടിനെ നീളത്തിൽ 2 തുല്യഭാഗങ്ങളാക്കും. എന്നിട്ട് കുറുകെ 6 തട്ടുകളായി വിഭജിക്കുന്നു. 2 ടീമുകളായാണ് കളിക്കുക. 6 പേരടങ്ങുന്നതാണ് ഒരു ടീം. കളിക്കാരിൽ ഒരാൾ കിളി എന്ന് പറയുന്ന ആളാകും. റഫറിയുടെ പണിയാണ് കിളിയെ എടുക്കുക. ബാക്കിയുള്ളവർ ഓരോ തട്ടിലെയും കളങ്ങളുടെ വരകളിൽ നിൽക്കണം. കിളി കൈകൾ കൊട്ടിക്കഴിഞ്ഞാൽ കളി തുടങ്ങി. എതിർ ടീമിലുള്ളവർ ഓരോ കളത്തിലും കയറണം. എന്നാൽ കിളിയുടെയോ വരയിൽ നിൽക്കുന്നവരുടെയോ അടി കിട്ടാതെ വേണം ഒരു കളത്തിൽ നിന്ന് മുന്നോട്ടുള്ള കളത്തിലേക്ക് ചാടാൻ. അടി കിട്ടിയാൽ ആ കളിക്കാരൻ കളിയിൽ നിന്നും പുറത്താകും. അടി കിട്ടാതെ ഓരോ കളവും ചാടി പുറത്തിറങ്ങുന്നവർ അതുപോലെ തിരിച്ചും കയറണം. ആവേശജനമായ അവരിലാരും ഒരാൾ രക്ഷപ്പെട്ടു ഇത്ര പറഞ്ഞു. ഹലോ 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 മുട്ടടിപ്പിച്ച അവൻ്റെ അളം മേടിയില്ല. കിളിയിലൊന്ന് മുട്ടടിപ്പിച്ച അളം മേടിക്കാൻ.
കിളിക്ക് കളത്തിന്റെ ഏത് വരയിൽ കൂടി നീങ്ങി വേണമെങ്കിലും എതിരാളിയെ അടിച്ചു പുറത്താക്കാം. ആരുടെയും അടികിട്ടാതെ തട്ടുകൾ കടന്ന് പുറത്തു വരുന്നവർ അവസാന ആളും കടന്നു കഴിഞ്ഞ് ഉപ്പ് വെക്കണം. അകത്തെ കളങ്ങളിൽ നിൽക്കുന്നവർ ചപ്പയാണ്. ഉപ്പും ചപ്പയും ഒരു കളത്തിൽ വന്നാൽ അത് ഫൗളായി പ്രഖ്യാപിക്കും. കിളികൾ ചിലപ്പോൾ സമവായത്തിലൂടെ ഇരു ടീമിനും സ്വീകാര്യമായ ആള് ആകാറുണ്ട്. കിളികൾ ചിലപ്പോൾ സമവായത്തിലൂടെ ഇരു ടീമിനും സ്വീകാര്യമായ ആളാവാറുണ്ട്. ഇയാൾ നിഷ്പക്ഷനായിരിക്കണമെന്നതാണ് ചട്ടം. കിളിക്കാണ് കിളിത്തട്ടുകളിയിൽ കൂടുതൽ കായികമായി അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിയുക. മൂലകളിൽ നിന്ന് അതിവേഗത്തിൽ ഓടിയും ചാടിയും കുത്തിയും പറന്നടിക്കുന്ന വിദഗ്ധരായ കിളികൾ ഏതു പക്ഷത്തിന്റെയും കരുത്താണ്. കളിക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കിളിത്തട്ടിന്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. മലബാറിൽ ചിലയിടങ്ങളിൽ ഇതിന് ഉപ്പുകളി എന്നും അറിയപ്പെടുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സ്പോർട്സിൽ ഈ കളിയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ കിളിത്തട്ടുകളിൽ നിന്ന് പറഞ്ഞത് കായിക വിനോദമാണ്. ഗ്രാമങ്ങളിലുണ്ടായിരുന്ന കർഷക തൊഴിലാളികൾ അതുപോലുള്ള തൊഴിലാളി വിഭാഗങ്ങൾ അവരുടെ വിനോദത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കളിച്ചിരുന്നൊരു കളിയാണിത്. പല നാടുകളിലും വ്യത്യസ്ത രൂപമാണ്. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കളിക്കുന്നത് 6 പേരാണ്. 6 പേര് ഉള്ള ടീമുകളായിട്ടാണ് ഇത് മത്സരം നടത്തുക. ഇതൊരു കായിക വിനോദം എന്നുള്ള നിലയിൽ തന്നെ ഓടിയും ചാടിയൊക്കെയുള്ള കടന്നു പോകുക എന്ന് വെച്ചാൽ കാവൽക്കാരെ വെട്ടിച്ച് കടന്നുപോയി ഈ 5 തട്ടും കഴിഞ്ഞ് ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു കയറി അവർ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വന്നെത്തുമ്പം അവർക്ക് അതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഉപ്പെന്നാണ്. ഇറങ്ങിപ്പോകുന്ന കളിക്കാരനെ ചപ്പയെന്നും പറയും. അയാൾ പോയി എല്ലാ കാവൽക്കാരെയും വെട്ടിച്ച് പുറത്ത് പോയി ഇറങ്ങിയിട്ട് തിരിച്ചും അതുപോലെ തന്നെ കാവൽക്കാരെ വെട്ടിട്ട് വന്ന് തിരിച്ച് പുറത്തെത്തുമ്പം അവർക്ക് ഒരു ഉപ്പ് നേടിയെന്ന് പറയും. ആ നാട്ടിലൊരു ഭാഷയാണ്. പക്ഷേ ഇപ്പം നമ്മളതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഇപ്പോൾ ആട്യപ്പാട്ടിയിലൊക്കെ വന്നപ്പോൾ അതിൻ്റെ പേരുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. 90, 2000 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കളി ഇപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിലെങ്ങും ഇല്ല. എങ്കിലും കർഷക തൊഴിലാളികളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ കളി സജീവമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പോരുവഴി അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, കാർഷിക മേഖലയിൽ നിന്നാണ് ഇതിനകത്ത് പുറത്തുനിന്ന് കളിക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിൽ ഞങ്ങളൊക്കെ ഈ കളി കളിച്ചിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയൊരു കായിക വിനോദമാണ്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് പാർട്ടി നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പം തന്നെ ഒരു പുതിയ രൂപം നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ആട്യപ്പാട്ടി എന്നാണ്. യൂട്യൂബിലൊക്കെ ആട്യപ്പാട്ടി എന്നടിച്ചാൽ ഇത് കിട്ടും. അതിനകത്ത് പല നാടുകളിലും ഇതിൻ്റെ നിയമങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. വ്യത്യസ്തമായ നിയമങ്ങളാണ് ഈ കളിയിലുള്ളത്. അപ്പോൾ ഈ കളിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാം അംഗീകാരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളിലും കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിന് ഉള്ള സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാൻ ഈ കളിക്കാർക്ക് അവസരമുണ്ട്. ഈ കളിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇതിന് പ്രായപരിധിയില്ല. ഏത് പ്രായപരിധിയിലുള്ളവർക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്ന ഒരു ഇനമാണിത്. ഇപ്പോൾ ആട്യപ്പാട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും എല്ലാ അസോസിയേഷനുകൾ നിലവിലുണ്ട്. ഈ നിർദ്ദേശം ആദ്യം തന്നെ നൽകിയതാണ്. ദയവായി കളിക്കാർ സഹകരിക്കുക. കളിക്കളത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാണികൾ ദയവായി 2 ചുവട് പുറകേക്ക് നീങ്ങി നിന്നാൽ സൗകര്യപ്രദമായിരിക്കും. 2 ടീമിന്റെയും കായിക താരങ്ങൾ അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കേണ്ടതാണ്. അങ്ങനെ ഈ കിളിത്തട്ട് കളി സംഘടിപ്പിച്ച പേരയം ലോക്കൽ കമ്മിറ്റിയുടെ സ്പോർട്സ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ മാക്സൺ DYFയുടെ നേതാവ് കൂടിയാണ്. പേരയത്തെ ഒരു പ്രധാനപ്പെട്ട സഖാവ് കൂടിയാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. അപ്പം ഒരു അന്യം നിന്നുകൊണ്ട്, അതായത് ഞാൻ ആദ്യമേ തന്നെ പറയണ്ടായി, 90കളുടെ അവസാന കാലഘട്ടത്തിൽ നിന്നുപോയൊരു കളി, വയലോരങ്ങളിലും കർഷകരും പ്രായമന്യേ കളിച്ചുകൊണ്ടിരുന്നൊരു കളിയാണ്. ആ കളി ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് അങ്ങനെ ഒരു വികാരം ഉണ്ടായത്? അത്
എൻ്റെ ഒരു വികാരം CPM-ൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നാട്ടിടങ്ങളിലെ ചെറിയ കളികൾ വരെ സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയ മത്സരങ്ങളായി CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുവാൻ തീരുമാനിച്ചു. പഴയ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്താണ് ഈ കളിയുടെ തുടക്കം. ആ മലപ്പുറത്ത് തുടങ്ങി കേരളത്തിലെ ഓണത്തിന് കളിക്കുന്ന ഒരു കളിയായി ചുരുങ്ങി നിൽക്കുന്ന ഒരു കളിയായിരുന്നു കിളിത്തട്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ആലോചിച്ചപ്പോൾ കിളിത്തട്ട് കളിക്കുവാൻ ഒരു ടീമിനെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് വരാൻ നമുക്ക് ഒരു മാസത്തിലധികം അന്വേഷിച്ചതിന് ശേഷം ഒരു ടീമിനെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ വളരെ സന്തോഷമുണ്ട്. 8 ടീമാണ് ഇവിടെ മത്സരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള ടീമുകളാണ് ഇവിടെ മൊത്തം എത്തിയിട്ടുള്ളത്. കിളിത്തട്ട് കളിയെ സംബന്ധിച്ച് വളരെ ആവേശം ജനിപ്പിക്കുന്ന ഒന്നാണെന്ന് ഞാനും സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെയാണ് കളി കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണ് ഈ കളി കാണാനുള്ള ഭാഗ്യം തന്നെ. ഇത് സംഘടിപ്പിച്ച് കാണുവാനുള്ളൊരു അത്യപൂർവ ഭാഗ്യത്തോടെ ഈ കിളിത്തട്ട് കളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പം ഈ കിളിത്തട്ട് കളി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരും വന്നിരിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയുന്നത് കിളിത്തട്ട് കളിയെ കുറിച്ച്? നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ഒന്ന്, പണ്ട് നമ്മുടെ മൊബൈലിടങ്ങളിൽ 4 പേർ ചേർന്ന് കളിക്കുന്ന, 5 പേർ ചേർന്ന് കളിക്കുന്ന, 6 പേർ ചേർന്ന് കളിക്കുന്ന കളിയിടങ്ങളായി മൊബൈലുകൾ വന്നിട്ടുണ്ട്. പുതിയ ആപ്ലിക്കേഷൻ അനുസരിച്ച് PUBG അടക്കമുള്ള ഗെയിമുകൾ. അവരെ അതിൽ നിന്ന് തിരിച്ച് ഏറുപന്ത് എന്ന് പറയുന്ന കളിയടക്കമാണ് നമ്മുടെ ഉദ്ഘാടന മത്സരം. ഏറുപന്തായിരുന്നു. ആ ഏറുപന്ത് നമ്മൾ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സ്കൂൾ കുട്ടികളെ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏറുപന്ത് എന്നുള്ള മത്സരം സംഘടിപ്പിച്ചത്. രണ്ടാമത് നമ്മുടെ ഫുട്ബോളായിരുന്നു. ഫുട്ബോൾ നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കളിയാണ്. ആ ഫുട്ബോളും രണ്ടാമത്തെ ദിവസം തന്നെ കബഡിയാണ് സംഘടിപ്പിച്ചത്. ജില്ലയിലുള്ള പ്രമുഖ ടീമുകൾ കളി കണ്ട് ആസ്വദിച്ചവർക്കറിയാം, നല്ല പ്രോ കബഡി ലീഗിലെ കളി കാണുന്നതിനേക്കാളും വളരെ അനുഭവവേദ്യമായ, വളരെ ഹൃദ്യമായ ഒരു കളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫുട്ബോൾ അടക്കം തീർന്നപ്പോൾ വെളുപ്പിന് 5 മണിയോടായി ഫൈനൽ മത്സരം അവസാനിച്ചപ്പോൾ കബഡിയും അത്തരത്തിൽ 2-3 മണിവരെ കാണികളടക്കം ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു നിന്ന നിലയിലേക്കാണ് ഈ കാണികൾ ഈ ആവേശം 2025 എന്ന പേരിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ദിവസം കിളിത്തട്ടിനൊപ്പം നമ്മൾ സംഘടിപ്പിച്ചൊരു ഷോട്ട് പുട്ട് മത്സരമാണ്. ആ ഷോട്ട് പുട്ട് മത്സരം യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷോട്ട് പുട്ട് മത്സരം. ഇപ്പോൾ എല്ലാവരും ജിമ്മുകളിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബോഡി കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഷോട്ട് പുട്ട് മത്സരം. നമ്മൾ തിരഞ്ഞെടുത്ത മത്സരങ്ങളെല്ലാം 5 മത്സരങ്ങൾ തിരഞ്ഞെടുത്ത മത്സരങ്ങളെല്ലാം തന്നെ കൃത്യമായി എല്ലാവരുടെയും ചെറുപ്പക്കാരെ മുഴുവൻ ആകർഷകതയിലാണ് 5 മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കിളിത്തട്ട് വളരെ ആവേശകരമായി ഈ പേരേത്ത് നമുക്കറിയാം, ഇതുവഴി പോകുമ്പോൾ ഒരു വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമുള്ളൊരു സ്ഥലത്ത് ഇത്രയും ജനസഞ്ചയം വന്ന് ഈ കിളിത്തട്ട് കളി കാണാൻ വന്ന് തന്നെ സംഘാടകർ എന്നുള്ളതിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളികളെ കൊണ്ടുവന്നത്. അപ്പോൾ സമ്മേളനം കഴിയുമ്പോഴും അതായത് വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുമോ? ഏറുപന്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ കാണുന്നത് എൻ്റെ അയലത്ത് 4 ഈ ഏറുപന്ത് കളിക്കുന്നു. അത്രയും വളരെ സന്തോഷമാണ് ഈ സംഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ DYFI എന്നുള്ള നിലയിൽ ആലോചിച്ചു ഈ കളികളിലേക്ക് DYFIയുടെ നിരവധി പരിപാടികൾ, ഗ്രാമോത്സവം പരിപാടികൾ, കളിയിടങ്ങളായി എടുത്തു. കൂടുതൽ ശ്രദ്ധ ഈ ഇതിലേക്ക് വന്നത് കിളിത്തട്ട് വന്നതോടുകൂടിയാണ് എടുത്തിട്ടുള്ളത്. കിളിത്തട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും പാർട്ടിയുടെ സെക്രട്ടറി മെമ്പറായിട്ട് ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ഈ കളി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ ദിവസം ഒന്നൊന്നും നിലയിൽ കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു. ആ നിർദ്ദേശാനുസരണം ആണ് ഇത്തരത്തിൽ കിളിത്തട്ട് കളി എന്നുള്ളത് വന്നിട്ടുള്ളത്. എന്തായാലും ജനം ഏറ്റെടുത്തതിനകത്ത് വളരെ സന്തോഷം, വളരെ ആവേശത്തിലാണ് പേരത്തെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഈ സംഘാടന സമിതിയുടെ മുഴുവൻ പ്രവർത്തകർ. അപ്പം നമുക്ക് കേട്ടു, ഇവിടെ കിളിത്തട്ട് മാത്രമല്ല ഏറുപന്ത് കളിയെല്ലാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM പേരം ലോക്കൽ കമ്മിറ്റി ഇത് സംഘടിപ്പിച്ചതെങ്കിലും പുതുതലമുറയ്ക്ക്, അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 90കളിൽ ഇത് അന്യം നിന്ന് പോയതാണ്. പക്ഷേ ഇപ്പോൾ വന്ന പുതുതലമുറയ്ക്കും ഇത്തരത്തിലുള്ള കളികളൊക്കെ കാണാൻ ഈ സഹായിച്ച എന്താ പറയുക CPMൻ്റെ ലോക്കൽ കമ്മിറ്റിയെ, പേരം ലോക്കൽ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.